നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പ്. ഒരുപാട് സ്ഥലത്തേക്കൊന്നുമില്ല, നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്ത് കുറച്ചടുത്തായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ഈരാറ്റുപേട്ടയ്ക്കടുത്തുള്ള മർമ്മല വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇപ്പോൾ വെള്ളമൊക്കെയാണ്, മഴയൊക്കെയാണ്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാമല്ലോ എന്തായാലും. അപ്പോൾ പോകുന്ന വഴിക്ക് മൊത്തം വെള്ളം കയറി കിടക്കുവാണ്. വെച്ചാൽ മഴ പെയ്ത് റോഡിലെ കുഴിയൊക്കെ നിറഞ്ഞിങ്ങനെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴക്കാറുണ്ട്, നല്ല രീതിക്ക് തന്നെ മഴക്കാറുണ്ട് കേട്ടോ. നമ്മൾ റെയിൻകോട്ടോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ തീക്കോയിലെത്തി. ഇനി ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ കേട്ടോ വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പം പോകുന്ന വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്ത് തോർന്നു കഴിഞ്ഞതാണ് കേട്ടോ. അടുത്ത മഴക്കാർ ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. മഴ പെയ്യോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്തായാലും പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറിയതായിരുന്നു കേട്ടോ. ഇതിൻ്റെ മേളിലേക്ക് ഒരുപാട് വീടുണ്ട് കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് കാണാനോർത്ത് കയറിയതാണ്. പക്ഷെ മൊത്തം വഴുകലാണ്, മറ്റേ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ തെന്നലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ മേളിലേക്കൊക്കെ ഇഷ്ടംപോലെ വീടുണ്ട്, അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് മർമ്മലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വഴികളിൽ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. വഴിയൊക്കെ ചെറുതാണ് അങ്ങോട്ട് പോകുന്നത്. വെച്ചാൽ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ വഴിയൊക്കെ, ഓപ്പോസിറ്റ് വലിയൊരു വണ്ടി വന്നാൽ നമുക്ക് ഒതുക്കി നിർത്താൻ പാകത്തിനുള്ള വഴികളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കണ്ടില്ലേ, ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പോലെ ഓരോ സ്ഥലത്തും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങ് മലയുടെ മണ്ടയിൽ നിന്ന് ഒഴുകി വരുന്നത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. നല്ല കുന്നിൻ്റെ മുകളിലൊക്കെ നല്ല കോട കയറിയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മഴക്കാറൊക്കെ ആയിട്ട് അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് അങ്ങനെ നമ്മൾ മർമ്മല വാട്ടർഫോൾസിൻ്റെ എൻട്രിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 30 രൂപ പാസ്സാണേ. അപ്പോൾ ഞങ്ങളിത് അകത്തേക്ക് കയറി പോന്നു. ഒരു 400 മീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. വഴികളെല്ലാം നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ തെന്നലുണ്ട്, മഴ ആയതുകൊണ്ടാണ് കേട്ടോ. നല്ല തെന്നലുണ്ടായിരുന്നു. ഒരു 400 മീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കയറി എൻട്രിയുടെ അവിടെ തന്നെ ഒരു റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് നടന്നു പോകുന്നു. ഈ പോകുന്ന വഴികളിലും ചെറിയ രീതിക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഒരു ചെറിയൊരു ഇതുപോലെ കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് നല്ല രീതിക്ക് തന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും കയറി പോകുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് പോരാന്നേ ഉള്ളൂ. അങ്ങനെ പോയി കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ പറ്റും. പിന്നെ നമ്മൾ അധികം നേരം അവിടെ നിന്നൊന്നുമില്ല കേട്ടോ. പതിയെ നമ്മൾ തിരിച്ച് പോകുന്നു. അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അത്രയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പതിയെ തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.